ബീഹാറിൽ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന മണ്ഡലങ്ങളിൽ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ തമ്മിലടിച്ച് തകർന്ന അവസ്ഥയിലാണ് ഇന്ത്യ സഖ്യം. 11 സീറ്റുകളിൽ സഖ്യത്തിലെ പാർട്ടികൾ പരസ്പരം മത്സരിക്കുകയാണ്. മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് റാലികൾ ആരംഭിച്ചു. ബീഹാറിൽ രണ്ടാം ഘട്ടത്തിൽ വോട്ടെടുപ്പ് നടക്കുന്ന 122 മണ്ഡലങ്ങളിലും നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള സമയം നാളെ അവസാനിക്കും. തന്ത്രങ്ങൾ പാളി തമ്മിലടിച്ച് തകർന്ന അവസ്ഥയിലാണ് നിലവിൽ ബീഹാറിൽ ഇന്ത്യ സഖ്യം. 11 സീറ്റുകളിൽ സഖ്യത്തിലെ പാർട്ടികൾ തമ്മിൽ മത്സരിക്കുന്നുണ്ട്. കോൺഗ്രസിനും വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്കുമെതിരായി RJD 7 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്തി. സീറ്റ് വിഭജനത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാത്ത RJDയുടെ നിലപാടാണ് ഇന്ത്യ സഖ്യത്തെ തകർത്തത്. കോൺഗ്രസിന് നിലവിൽ ജനപിന്തുണ കുറവാണെന്നും കൂടുതൽ സീറ്റുകൾ നൽകാനാകില്ലെന്നും മുന്നണി യോഗത്തിൽ തന്നെ RJD വ്യക്തമാക്കിയിരുന്നു. നർക്കതിയാഗഞ്ച്, ലാൽഗഞ്ച്, വൈശാലി, സുൽത്താൻഗഞ്ച്, കഹൽഗാവ് എന്നിവിടങ്ങളിലാണ് RJDയും കോൺഗ്രസും പരസ്പരം സ്ഥാനാർത്ഥികളെ നിർത്തിയത്. അതേസമയം മുഖ്യമന്ത്രി നിതീഷ് കുമാറിന്റെ തെരഞ്ഞെടുപ്പ് റാലികൾക്ക് തുടക്കമായി. മുസഫർ നഗറിൽ നിന്നാണ് മുഖ്യമന്ത്രി റാലി ആരംഭിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത ദിവസം ബീഹാറിലെത്തും. സീറ്റ് വിഭജനവും സ്ഥാനാർത്ഥി പ്രഖ്യാപനവും നേരത്തെ പൂർത്തിയാക്കിയ NDA ക്യാമ്പ് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ വികസന പ്രവർത്തനങ്ങൾ മുൻനിർത്തിയാണ് പ്രചാരണം നയിക്കുന്നത്. ജനം, ഡൽഹി.